Hi dears, welcome back to our family. അപ്പം നമ്മൾ തായ്ലാൻഡിൽ വന്നിട്ട് ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ബട്ട് കുറച്ച് വ്ളോഗ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൺ വ്ളോഗായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഭയങ്കര ലെങ്ത് ആണെന്ന് എനിക്ക് കാണിച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടിട്ടാണ് കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് പോകുന്ന പ്ലേസ് ആദ്യം കാണിച്ചത്. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. എൻ്റെ കാശി ബേബി ഉറക്കമാണ്. ദേവി കുളിക്കാൻ പോയിട്ടുണ്ട്. ഗോകുവിനെയും മനുവിനെയും ഞാൻ പോയി ഉണർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ താഴത്തേക്ക് പോയി. ഞങ്ങൾ എപ്പോഴും ലേറ്റാണ്. സൂപ്പറാണ് കേട്ടോ. എല്ലാവരും നല്ല കമ്പനിയാണ്. ഇപ്പം നമ്മുടെ ഗ്രൂപ്പ് കോർഡിനേറ്റർ ആയാലും എല്ലാവരും സൂപ്പറാണ്. ഒരു ഫാമിലി പോലെ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ബാക്കി വൈബും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ റെഡി ആയിട്ടേ ഉള്ളൂ. ബേബീനെ ഉണർത്തി ബേബീനെ ഫുഡ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ കുഞ്ഞിനെ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണർത്തട്ടെ. ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഫുഡ് നമുക്ക് കോംപ്ലിമെൻ്ററി ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്ത ഹോട്ടലിൽ തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലെ ഫുഡും ദോശയും ഇഡ്ഡലിയും അപ്പമല്ല ബ്രെഡ് ടോസ്റ്റും അങ്ങനെ എല്ലാം ഉണ്ട്. അതുപോലെ ഞാൻ ഫ്രൈഡ് റൈസും നൂഡിൽസും എടുത്തു. അതുപോലെ സോസേജ് എനിക്കിഷ്ടമായി കേട്ടോ. ആ ഫുഡൊക്കെ അവിടുത്തെ ഫുഡെല്ലാം സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന പട്ടായയിലുള്ള കോറൽ ഐലൻഡ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയത്. ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ ഗോകുവിനെയും മനുമോനെയും അതുപോലെ തന്നെ തൻവീനെയൊക്കെ കാണുന്നത് തന്നെ കഷ്ടമായിരുന്നു. കാര്യം ഞങ്ങൾ ഗേൾസ് അങ്ങനെ അധികം നമുക്കൊരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമായിരുന്നു കേട്ടോ. ഈ കോറൽ ഐലൻഡിൽ പോയിട്ടാണ് നല്ല രസമായിരുന്നു. നമ്മളൊരു ബോട്ടിൻ്റെ അകത്താണ് കൊണ്ടുപോകുന്നത്. ആദ്യമേ തന്നെ കൊണ്ടുവന്നിട്ട് ഇതാണ് നമ്മുടെ ഫാമിലി. ഇത്രയും പേരുമായിട്ടാണ് പോയിട്ടുള്ളത്. കുറേ ദിവസമായി ഞങ്ങൾ പോയിട്ട് വന്നിട്ട് 1 month അടുത്ത് ആവാറായി. എന്നാൽ കൂട്ടിയിട്ട് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനൊരു സൗകര്യം കിട്ടിയത്. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ബോട്ടിൻ്റെ അകത്താണ് നമ്മൾ ഒരു ഐലൻഡിൽ കൊണ്ടില്ല. അവിടെ ചെന്നതിന് ശേഷം അവരിതുപോലെ അഡ്വഞ്ചർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. സ്കൈ ഡൈവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കടലിൻ്റെ നടുക്ക് ഉള്ളിൽ പോയിട്ട് മീനെയൊക്കെ കാണാൻ പറ്റുമല്ലോ, അതുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ഉണ്ടായിരുന്നു. പിന്നെ ബനാന ബോട്ടിൽ പോകുന്നത്, അങ്ങനെ 3-4 സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ദേവി സ്കൈ ഡൈവ് ചെയ്തു. ഞാനും അവളും വേറെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ചെക്കന്മാരെല്ലാം അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അവരെ ഒരു ഐലൻഡിൽ ഇറക്കിയിട്ട് ഞങ്ങളെ വേറെ ഐലൻഡിൽ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് അവർ വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബേബി നല്ല ഉറക്കം, നല്ല ചൂടായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടും പൊള്ളുന്ന വെയിലുമായിരുന്നു. അവിടുത്തെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കറക്കും കേട്ടോ. എൻ്റെ അനുഭവമാണ്. എനിക്ക് ഇപ്പോഴും എൻ്റെ ഫേസിൽ വന്നിട്ടുള്ള 1 month ആയെങ്കിൽ കൂടിയിട്ട് ആ ടാൻ ഇതുവരെ മാറിയിട്ടില്ല. വല്ലാത്ത അവസ്ഥയാണ്. അപ്പം നമ്മളെ അവിടെ നിന്ന് ഞങ്ങളൊരു പാക്കേജായിട്ട് പ്രോഗ്രാമൊക്കെ എടുത്ത അവരുടെ ആ ചെയറാണ് ഈ ബ്ലൂ കളർ. അതുകൊണ്ടിട്ട് അവർ പറയുന്നത് ബ്ലൂ കളറിലെ ചെയറിലിരിക്കണം. ബ്ലൂ കളറിലുള്ള ഇത് സൺ പ്രൊട്ടക്ഷൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ഇരുന്നത്. എന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ബോഡിയിലായാലും ഫേസിലായാലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ചോദിച്ചു, ചേച്ചി എന്തുകൊണ്ടിട്ടാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തതെന്ന്. ഞാൻ കാര്യമായിട്ട് അപ്ലൈ ചെയ്തു, പക്ഷേ ഉപകാരം ഉണ്ടായില്ല എന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇട്ടിട്ട് വന്ന ഡ്രസ്സ് എന്തായാലും ബീച്ചിലിറങ്ങി ഞാൻ അതിൻ്റെ വീഡിയോ കവർ ചെയ്തില്ല കേട്ടോ. കുഞ്ഞിനെ വീഡിയോ എടുക്കണം. അതുകൊണ്ടിട്ട് ഭയങ്കര മെനക്കെട്ട് ഗോകുമില്ലായിരുന്നല്ലോ. അതുകൊണ്ടിട്ട് അപ്പം ബീച്ചിലിറങ്ങുമ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ നനയുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. നമ്മൾ ഇരുന്ന സ്ഥലത്ത് തന്നെയാണ്. ഞാൻ ദേവിനെ ഏൽപ്പിച്ചിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ ഞാനും അവളും കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തു. ഞങ്ങൾ 3 പേരും ഓരോ ഗൗണും ഷോർട്സുമാണ് എടുത്തത്. വേറെ ഒന്നും അങ്ങനെ എടുക്കണമെന്ന് തോന്നിയൊന്നുമില്ല. സോ ഞങ്ങൾ അതൊക്കെ എടുത്തു. അപ്പോഴത്തേനും തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെക്കന്മാരെ വെയിറ്റ് ചെയ്തിരുന്നുകൊണ്ടിട്ട് അവർ ആ ഒരു പ്രോഗ്രാമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയി. പക്ഷേ പ്രോഗ്രാം മീൻസ് സ്കൈ ഡൈവും സ്കൂബ ഡൈവിങ്ങും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പോയതാണ്. അപ്പം ഞങ്ങൾ അവർ വെയിറ്റ് ചെയ്തിരുന്നുകൊണ്ടിട്ട് തന്നെ സമയം പോയി. അവർ വരാറായപ്പോഴത്തേനാണ് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ ഗൗൺസ് ഇതുപോലത്തെ 3 എണ്ണമാണ് എടുത്തത്. അതിൻ്റെ വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് സമയം ഒത്തിരിയായി. നോർമലി ഞങ്ങൾ 6 പേരാണ് ആ ഒരു ട്രിപ്പ് കുളവാക്കാൻ നിൽക്കുന്നതാണ് അവരുടെ ഒരു ടോക്ക്. കാര്യം 9 മണിക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെല്ലുന്നത് 10 മണിക്കായിരുന്നു. അതുകൊണ്ടിട്ട് മിക്ക ദിവസങ്ങളിലും വണ്ടിയൊക്കെ ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ അവരുടെ മനസ്സിൽ ഒരു ദേഷ്യം
തോന്നുമല്ലോ എല്ലാവരും കറക്റ്റ് ടൈമിൽ വന്നിട്ട് നമ്മൾ മാത്രം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടിട്ട് എല്ലാം പറക്കി കെട്ടി എല്ലാവരും ഒതുക്കി പറക്കിയൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര മെനക്കേടാണ് കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് എടുത്തപ്പോഴത്തേന് 600 തായ് ബാത്ത് എന്തോ ആണ് ആയത്. 600 നാട്ടിലെ നോക്കുമ്പോൾ ഒരു 1200 രൂപ അത്രയും വരും കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് അതിൻ്റെ അപ്പുറത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. എൻ്റെ ദൈവമേ, ആ ടോയ്ലറ്റിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 30 ബാത്ത് എന്തോ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു 3 പേർക്ക്. പക്ഷേ അയ്യോ ഇത്ര വൃത്തികെട്ട ടോയ്ലറ്റ് ഞാൻ എൻ്റെ പൊന്നോ ഒരു വേസ്റ്റ് കൺട്രി എന്ന് എനിക്ക് തോന്നിപ്പോയി കേട്ടോ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പല സ്ഥലം ഭയങ്കര ചവറും വേസ്റ്റും സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പോൾ ഇതുള്ളത് നമ്മൾ ബാങ്കോക്കിലാണ്. പട്ടായം ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. നമ്മൾ ബാങ്കോക്കിൽ നിന്ന് നേരെ പട്ടായിൽ നിന്ന് നേരെ ബാങ്കോക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഇവിടുത്തെ ബുദ്ധ ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബുദ്ധൻ, ആ ബുദ്ധ പ്രതിമയുള്ളത് ഒരു 5700 സംതിങ് കിലോ ഗോൾഡിലാണ് ആ ഒരു ബുദ്ധപ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പട്ടായ ബാങ്കോക്ക് ബേസ് ചെയ്ത് തായ്ലാൻഡ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 10,000-ഓളം ബുദ്ധ ടെമ്പിൾസാണ് കേട്ടോ ഉള്ളത്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും കാണാൻ പറ്റും ബുദ്ധയുടെ തന്നെ പല ടെമ്പിൾസ് കാണാൻ പറ്റും. ഞാൻ പല വീഡിയോസിനകത്തായിട്ട് ഞാൻ അതൊക്കെ ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എനിക്ക് ഇപ്പം ഭയങ്കര അന്നേരമൊക്കെ തോന്നിയായിരുന്നു അയ്യോ നമ്മൾ വിചാരിച്ച പോലെ ഒരു കൺട്രി അല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ പോയാൽ കൊള്ളാം എന്നൊക്കെ തോന്നുന്നുണ്ട്. ബട്ട് ഇനി ഒരു ഫോറിൻ കൺട്രി വിസിറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നെവർ ഞാൻ തായ്ലൻഡ് ചൂസ് ചെയ്യില്ല. അറിയത്തില്ല, എനിക്ക് പോകാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല. അതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നു മലേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാം അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ട്രൈ ചെയ്തിട്ടില്ലാത്ത വേറൊരു കൺട്രിയിൽ പോകുന്നതായിരിക്കുമല്ലോ കുറച്ചും കൂടെ ബെറ്റർ. അതുകൊണ്ടിട്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എനിക്ക് വലിയ പ്രോബ്ലമായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ. ഇപ്പം സ്ഥലം പക്ഷേ ടൂറിൻ്റെ പാക്കേജ് കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ഇവരുടെ പാക്കേജ് കുറേ പേര് ചോദിച്ചു ചേച്ചി പാക്കേജ് എത്രയായിരുന്നു. നമുക്ക് പെർ ഹെഡ് വരുന്നത് 48,999 ആയിരുന്നു. എനിക്ക് തോന്നുന്നു മനുമോൻ എടുത്തത് ഞാനും ദേവിയും ഗോകും കൂടെയാണ് പോകാനിരുന്നത്. അപ്പം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇൻസ്റ്റയിൽ. നമ്മളിങ്ങനെ തായ്ലൻഡ് ടൂർ പോകുന്നുണ്ട്, അങ്ങനെയാണ് മനുവിന് പോകണമെന്ന് പറഞ്ഞത്. അങ്ങനെ അവൻ്റെ എടുത്ത ടൈമിൽ 49 ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ബേബി ഞാൻ പോയത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലു കപ്പിൾസ് ഉണ്ട്, ഷോണി ചേച്ചിയും അജയ് ചേട്ടനും. അവരുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ നമ്മുടെ മൈ ട്രാവലിംഗ് ഗ്രൂപ്പിനെ കോൺടാക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടിട്ട് അവരുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ചെന്നത് കൊണ്ടിട്ട് തന്നെ ബേബിയുടെ ടിക്കറ്റ് ഫെയർ ആണോ ബേബിക്ക് കുറേ കൺസിഡറേഷനും കാര്യങ്ങളൊക്കെ അവർ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഫിനിക്സ് കപ്പിൾ എന്ന പേര് പറഞ്ഞിട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എവിടെയെങ്കിലും ഇപ്പം തായ്ലൻഡ് എന്നല്ല ഏത് കൺട്രിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. ദുബായ്, അസർബൈജാൻ, ചൈന, മലേഷ്യ, തായ്ലൻഡ് എവിടെ വേണമെങ്കിലും അവർക്ക് ട്രിപ്പൊക്കെ അവൈലബിൾ ആണ്. സോളോ ട്രിപ്പ്, സിംഗിൾ ട്രിപ്പ്, അതായത് നിങ്ങളുടെ പേഴ്സണൽ ട്രിപ്പായിട്ടും പോകാം, അതല്ല ഗ്രൂപ്പ് ട്രാവലിംഗ് ആയിട്ടും പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഗ്രൂപ്പായിരിക്കും കേട്ടോ കുറേ കൂടെ നല്ലത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായ ആ ഒരു ട്രിപ്പ്, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി മൈ ട്രാവലിംഗ് ഗ്രൂപ്പിനെ കോൺടാക്ട് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫിനിക്സ് കപ്പിളിൻ്റെ വീഡിയോ കണ്ടു അപ്പോൾ സോ അതുകൊണ്ടിട്ടാണ് കോൺടാക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും കൺസിഡറേഷൻ ഉണ്ടാവും കേട്ടോ. ചേട്ടനോട് പറഞ്ഞാൽ അതിൻ്റെ പേര് പറഞ്ഞാൽ അത് ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. പറഞ്ഞു നോക്ക്, കൺസിഡറേഷൻ കിട്ടിയാൽ കിട്ടട്ടെ. പിന്നെ എന്താ പറയുക, പിന്നെ നല്ല ഇത് ബുദ്ധ ടെമ്പിളാണ്. നമുക്ക് കുറേ സ്റ്റെപ്പുകളൊക്കെ കയറി വേണം ടെമ്പിളിൻ്റെ അടുത്ത് എത്താൻ. എത്രയോ സ്റ്റെപ്പിൻ്റെയൊക്കെ കൗണ്ട് അവർ പറയുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഗോൾഡൻ ബുദ്ധ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തായ്ലാൻഡ് വ്ലോഗ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇനിയും വരുന്നുണ്ട് ഓരോ വീഡിയോസ്.